യെഹെസ്കേൽ പ്രവചനം 2-ാം അധ്യായം 1-2 വാക്യം. അവൻ എന്നോട്, മനുഷ്യപുത്ര, നിവർന്നു നിൽക്ക, ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ തിരുവചനത്തെ പ്രഭാതത്തിൽ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നോക്കൂ, ഇന്ന് നാം വായിച്ചതായ വേദഭാഗം ദൈവത്തിൻ്റെ ആത്മാവ് ചിന്തയ്ക്കായി നമുക്ക് നൽകിയതായ ആ വേദഭാഗത്തെ ഒന്ന് നോക്കൂ. നിവർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനോട് മാത്രമേ ദൈവത്തിന് സംസാരിക്കുവാൻ കഴിയുകയുള്ളൂ. കുനിഞ്ഞവരായി നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും അനേകമായ അപകർഷതാ ബോധങ്ങളും അവനെ ചുറ്റി ഭരിക്കുന്നതിനാൽ പല മനുഷ്യർക്കും നിവർന്നു നിൽക്കാൻ സാധിക്കുകയില്ല. നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കുവാൻ ദുഷ്ടന്മാർക്ക് കഴിയാത്തതുപോലെ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളും നമ്മുടെ ജീവിതത്തിലെ ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ, ദൈവത്തിൻ്റെ മുഖത്തെ കാണുവാൻ ഉള്ളതായ മനസാക്ഷി നഷ്ടപ്പെട്ടവരായി ജീവിതത്തിൽ അശുദ്ധി വ്യാപിച്ചും കൊണ്ട് ഇനി ഒരിക്കൽ പോലും ജയകരമായ ഒരു ജീവിതം ചെയ്യുവാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല എന്നുള്ളതായ ഒരു മനോഭാരം, അല്ലെങ്കിൽ നമ്മുടെ സമീപത്ത് നിൽക്കുന്നവരുടെ മുൻപിൽ നാം ചിന്തിച്ചതുപോലെയുള്ളതായ ഒരു ജയം കൈവരിക്കുവാൻ, അല്ലെങ്കിൽ ഒരു അഭിമാനം വീണ്ടെടുക്കുവാൻ നമ്മളെക്കൊണ്ട് സാധിച്ചില്ല എങ്കിൽ, നാം ആഗ്രഹിച്ചതായ ചില ആ ഉദ്ദേശ സാധുതകളിലേക്ക് ചെല്ലുവാൻ നമ്മളെക്കൊണ്ട് കഴിയാതെ വന്നാൽ അവിടെയൊക്കെയും നമ്മൾ കുനിയപ്പെട്ടവരായി പോകും. അനേക അകൃത്യങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ നാം കുനിയപ്പെട്ടവരായി പോകും. മനുഷ്യർ നമ്മെ നിന്ദിച്ച് കുനിയിക്കുന്നവരായി തീരും. എന്നാൽ ഒരു മനുഷ്യനെ ദൈവം സ്നേഹിക്കുമ്പോൾ അവനോട് സംസാരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം അവനെ തിരഞ്ഞെടുക്കുമ്പോൾ, വീണ്ടെടുക്കുമ്പോൾ, അവനെക്കുറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉന്നതങ്ങളിൽ നിലനിൽക്കുമ്പോൾ ദൈവം അവനോട് സംസാരിക്കുന്ന വാചകമാണ്, മനുഷ്യപുത്ര, നീ നിവർന്നു നിൽക്ക, ഞാൻ സംസാരിക്കുന്നത് നിനക്ക് കേൾക്കണമെങ്കിൽ, ഞാൻ നിന്നോട് സംസാരിക്കണമെങ്കിൽ നീ കുനിഞ്ഞു നിൽക്കുന്നവനാകരുത്, നിവർന്നു നിൽക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നോക്കൂ. വളരെ അത്ഭുതകരമായ ഒരു പാഠം നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ കഴിയും. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ മെസൊപ്പൊത്താമിയയിൽ നിന്ന്, തൻ്റെ ദേശത്തു നിന്ന് യാത്ര പുറപ്പെട്ട അബ്രഹാമിനോട് ദൈവം തനിക്ക് കാണിച്ചു കൊടുക്കുന്നതായ ദേശത്തേക്ക് പുറപ്പെടുവാൻ കൽപ്പിച്ചുവെങ്കിലും യഥാർത്ഥമായി അബ്രഹാമിൻ്റെ മനസ്സിലെ ഭാരത്തെ ദൂരീകരിക്കുന്ന, അല്ലെങ്കിൽ പരിഹരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ദൈവം അബ്രഹാമിനോട് വാസ്തവമായി തുറന്ന് സംസാരിച്ചില്ല. അതിനൊരു കാരണമുണ്ട്. തൻ്റെ കൂടെ തൻ്റെ ഒരു പിതൃ സഹോദരൻ്റെ ഒരു മകനുണ്ട്, ലോത്ത് എന്നാണ് പേര്. അവൻ സോദോം നിവാസികളോടുകൂടെ ചേർന്നുകൊണ്ട്, ദുഷ്ടന്മാരോടുകൂടെ ചേർന്നുകൊണ്ട് പലപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങൾ, വഴക്കുകൾ, അനേക തർക്കങ്ങൾ അവൻ വിളിച്ചു വരുത്തും. അവൻ്റെ ദാസന്മാരും അബ്രഹാമിൻ്റെ ദാസന്മാരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കും. അത് എതിർച്ചയാ നടന്ന സംഭവമൊന്നുമല്ല. ദൈവം അവരുടെ മധ്യത്തിൽ കൊണ്ടുവന്ന കലക്കമാണ്. അതിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ലോത്തിൽ നിന്ന് അബ്രഹാം വേർതിരിയണം. ആ ലോത്തിനോടുകൂടെ ദൈവത്തിന് തൻ്റെ വാഗ്ദത്തത്തെ അബ്രഹാമിൽ സ്ഥിരീകരിക്കുവാൻ കഴിയുകയില്ല. ലോത്തിനെ ദൈവം അബ്രഹാമിൽ നിന്ന് വേർതിരിച്ചു. എന്നാൽ അബ്രഹാം ആകട്ടെ പലപ്പോഴും ഒരാപത്തിലും അനർത്ഥത്തിലും സഹോദര ബന്ധം വെച്ചും കൊണ്ട് ഓടി വരുവാൻ അവൻ മാത്രമേ ഉള്ളൂ. അബ്രഹാമിന് സന്തതികളില്ല. സമ്പത്തുണ്ട്, എങ്കിലും സന്തതികളൊന്നുമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ദേശത്തൊരു യുദ്ധമോ വഴക്കോ ഉണ്ടായാൽ ഓടി വരുവാൻ ലോത്ത് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം ലോത്ത് അബ്രഹാമിനോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞു. ദൈവം അബ്രഹാമിനോട് സംസാരിക്കുകയും ചെയ്തു. ലോത്തിനെ വിട്ടുപിരിയുവാൻ അബ്രഹാമിൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഹേമിച്ചു. ലോത്ത് വിട്ടുപിരിഞ്ഞെങ്കിലും ആ ദുഃഖം അബ്രഹാമിന് വളരെ അധികം, അത് വലിയൊരു ഭാരമായി തീർന്നു. അവൻ്റെ തല കുനിഞ്ഞുപോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടു. അപ്പോഴാണ്, ലോത്ത് മാറിയപ്പോഴാണ് അബ്രഹാമിനോട് ദൈവം വാസ്തവമായി പല രഹസ്യങ്ങളും വെളിപ്പെടുത്തി അബ്രഹാമിന് വേണ്ടി ദൈവം എന്താണ് നിശ്ചയിച്ചിരിക്കുന്നുള്ള ഒരു വാഗ്ദത്ത നിവർത്തി അവനിൽ വരുവാൻ, സ്ഥിരീകരിക്കപ്പെടുവാൻ
ഒരു സാധ്യതമായ ഒരു സമയത്തെ ദൈവം കണ്ടെത്തി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. ദൈവത്തിന് മഹത്വം. അവൻ തല കുനിഞ്ഞിരിക്കുകയാണ് വിഷമത്തോടുകൂടി. ലോത്ത് പോയതിലുള്ളതായ സങ്കടം. ദൈവം അവനോടുകൂടെ ഉണ്ട്. കാര്യമൊക്കെ ശരിയാണ്. അവൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, ആടുമാടുകളുണ്ട്, ദാസീദാസന്മാരുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ലോത്ത് പോയത് അബ്രഹാമിന് വളരെ വിഷമമായി, ഭാരമായി. എന്നാൽ ദൈവം ആ സമയത്താണ് അബ്രഹാമിന് വെളിപ്പെട്ടവനോട് പറഞ്ഞത്, ഇപ്പോൾ നീ നിന്റെ തലയെ ഉയർത്തി വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും നോക്കുക. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് അബ്രഹാമിന് മനസ്സിലായില്ല. ദൈവം അബ്രഹാമിനെ അല്പം കൂടെ ഒരു പ്രത്യാശയുടെ താഴ്വരയിലേക്ക് വഴി നടത്തുവാൻ തുടങ്ങി. അബ്രഹാമിനോട് പറയുകയാണ്, നീ കാണുന്ന ദേശത്ത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നെടുകയും കുറുകയും നടക്കുക. ഞാൻ നിന്റെ സന്തതിക്ക് ഇത് അവകാശമായി കൊടുക്കും. അങ്ങനെ നിന്റെ സന്തതി അവകാശമാക്കുവാൻ പോകുന്ന ദേശം അത് നിനക്ക് അവകാശമായി തരുമെങ്കിലും ഒരു കാലടി ദേശം പോലും, ഒരു മണ്ണ് പോലും ഞാൻ നിനക്കത് സ്വന്തമായി തരികയില്ല. വിശ്വാസത്താൽ നീ ജീവിക്കേണ്ടതിന് നീ അവിടെ നെടുകയും കുറുകയും നടന്ന് ആ ദേശമൊക്കെയും നിനക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിന്റെ പ്രവൃത്തികളാൽ, നിന്റെ കാലുകളുടെ അല്ലെങ്കിൽ ആ കാലടികളാൽ നീ ചവിട്ടി സമ്മതിക്കണം. നോക്കൂ, എത്ര പ്രത്യാശകരമായൊരു അനുഭവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ പൂർവ്വപിതാവായ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ദേശം നിനക്ക് തരും, നിന്റെ സന്തതി പെരുക്കും. കടൽക്കരയിലെ മണൽത്തരികൾ പോലെ, ആകാശത്തിലെ നക്ഷത്രക്കൂട്ടങ്ങൾ പോലെ, എണ്ണിത്തീരുവാൻ കഴിയാത്തതായ പോലെ നിന്റെ സന്തതികൾ പെരുകും. കാര്യമൊക്കെ ശരിയാണ്. നിനക്ക് തരുന്ന ദേശത്ത് ആ മണ്ണ് ഞാൻ നിനക്ക് അവകാശമായി തന്നാൽ നിനക്ക് വിശ്വാസത്താൽ ജീവിക്കുവാൻ കഴിയുകയില്ല. പലപ്പോഴും നിന്റെ തല കുനിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. എനിക്ക് നിന്നോട് സംസാരിക്കുവാൻ കഴിയുകയില്ല. പക്ഷെങ്കിൽ നിരന്തരമായി നീ എൻ്റെ ശബ്ദം കേൾക്കുമാറാകണമെങ്കിൽ നിന്റെ തല എപ്പോഴും ഉയർന്നു നിൽക്കണം. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് വായിച്ചതായ കുറിവാക്യത്തിൻ്റെ ഭാഗത്തേക്ക് വരിക. നിവർന്നു നിൽക്കുക, ഞാൻ നിന്നോട് സംസാരിക്കേണ്ടതിന്. ഞാൻ നിനക്കായി കൽപ്പിച്ചിരിക്കുന്നതായ അവകാശങ്ങൾ, നിനക്കെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതായ ഒരാലോചന നിന്നോട് ഞാൻ അറിയിക്കുവാൻ, വാഗ്ദത്തങ്ങൾ നിനക്കായി വച്ചിരിക്കുന്നത് നീ അവകാശമാക്കുവാൻ പ്രാപ്തനാകേണ്ടതിന് കുനിഞ്ഞിരിക്കരുത്, നിവർന്നു നിൽക്കണം. നിന്നിൽ കുനിഞ്ഞിരിക്കുന്നതായ അവസ്ഥയുണ്ടെങ്കിൽ ദൈവത്തെ അറിയിക്കുമ്പോൾ അവൻ തൻ്റെ ആത്മാവിനെ നിന്നിൽ അയച്ച് നിന്നെ നിവർന്നു നിൽക്കുമാറാക്കും. നിന്റെ കുറവുകളെ ദൈവം ഇടപെട്ടതിനെ പരിഹരിക്കും. നിവർന്നു നിൽക്കുവാൻ കഴിയാത്തതായ സാഹചര്യങ്ങളെ നിന്റെ ജീവിതത്തിൽ അതൊരു ബാധയായി, ഒരു ദുരാത്മാവായി, ഒരു രോഗത്തിൻ്റെ ആത്മാവായി, അനേക ഭാരങ്ങളായി, അനേക വിഷമങ്ങളായി, നിരാശയായി ജീവിതത്തിൽ എത്തിപ്പെടുവാൻ കഴിയാത്തതായ അനേക മാർഗങ്ങളെ, അനേക ലക്ഷ്യങ്ങളെ കുറിച്ച് ഭാരപ്പെട്ട് നീ ഞെരുങ്ങുകയാണെങ്കിൽ ദൈവം അതിൻ്റെ മധ്യത്തിൽ ഒരു സ്ഥായിയായി നിന്നോട് ഇടപെടും. ഞാൻ നിനക്ക് അവകാശമായി നിന്നോടുകൂടെ ഇരിക്കും, നിന്റെ സന്തതിക്ക് നിന്നതെല്ലാം ഞാൻ അവകാശമായി കൊടുക്കും. എന്നാൽ ഒരു കാര്യം നിന്നിൽ നിന്ന് ആവശ്യമാണ്, നീ നിവർന്നു നിൽക്കേണ്ടതിന്. അതിലൊന്നും ഒരു കാലടി ദേശം പോലും അവകാശമായി കിട്ടിയെന്ന് നീ ചിന്തിക്കരുത്. അത് ഞാൻ നിനക്ക് തരികയില്ല. നെടുകയും കുറുകയും നടന്ന് നീ എപ്പോഴും എനിക്ക് നിനക്ക് ആ ദേശമൊക്കെ ആ സമ്പത്തൊക്കെയും നിനക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിന്റെ പ്രവൃത്തികളാൽ നീ സമ്മതിക്കണം. വാക്കുകളാലല്ല, പ്രവൃത്തികളാൽ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്. വെറും വാക്കുകൊണ്ടല്ല ദൈവം ചെയ്യുവാൻ അബ്രഹാമിനോട് പറഞ്ഞത്. നീ കാണുന്ന ദേശത്തൊക്കെയും നെടുകയും കുറുകയും നടന്ന് അവിടെ ഒക്കെയും കുരിശു വരയ്ക്കാൻ. നോക്കൂ, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ളതായ ക്രൂശിൻ്റെ അനുഭവം, ഈ ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായ ഒരു അനുഭവം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമുക്ക് മുൻകൂറായി കാണിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, കുനിഞ്ഞിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഈ പ്രഭാതത്തിൽ നിവർന്നു നിൽക്കുന്നതായ ഒരു അനുഭവത്തിലേക്ക്, പ്രത്യാശയുടെ താഴ്വരയിലേക്ക്, അനുഭവത്തിലേക്ക്, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന, ദൈവത്തിൻ്റെ ഭാഷ മനസ്സിലാകുന്ന ജനമായി നമുക്ക് തീരുവാൻ നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.